വെൽക്കം ബാക്ക് ടു homegrown recipes. അപ്പോൾ ഇന്നത്തെ വീഡിയോ റെസിപ്പിയിൽ നിങ്ങളെല്ലാവരും കാണാൻ പോകുന്നത് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വൈറ്റ് സോസ് മാഗിയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നമ്മൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണാം. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മാഗി ബോയിൽ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മാഗിയിൽ കിട്ടുന്ന മസാല ഒന്നും ആഡ് ചെയ്യാണ്ട്, ഉപ്പും ആഡ് ചെയ്യേണ്ട, വെള്ളത്തിൽ മാത്രമായിട്ട് നമ്മൾ മാഗി ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ലോണം ബോയിൽ ചെയ്യേണ്ട, ഏകദേശം ഒരു 90% ബോയിൽ ചെയ്താൽ മതി. അപ്പോൾ മാഗി വെന്തതിന് ശേഷം നമ്മൾ ഇതിനൊന്ന് ഊറ്റിയെടുക്കാം. ഒരു അരപ്പയിലേക്കോ അല്ലെങ്കിൽ കണ്ണിൻ്റെ പാത്രത്തിലേക്കോ ഇട്ട് നമ്മൾ ഊറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു മാഗി നമ്മൾ മാറ്റി വെക്കാം. പിന്നെ നമ്മൾക്ക് വേണ്ടത് ചില്ലി ഫ്ലേക്സ് ആണ്. ഏകദേശം ഞാനിവിടെ 4 വലിയ മുളക് എടുത്തിട്ടുണ്ട്. ഇതിനെ നമ്മൾ ഒന്ന് അടിച്ചെടുക്കാം. പിന്നെ നമ്മളൊരു പാൻ എടുക്കാം. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. അപ്പോൾ എണ്ണ ചൂടാകുമ്പോഴേക്കും നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ച വെളുത്തുള്ളി അല്ലി ആഡ് ചെയ്യാം. പിന്നെ ഒരു ക്യാപ്സിക്കം. അപ്പോൾ ഏകദേശം ഇതിൻ്റെ നിറം മാറുന്നത് വരെ നമ്മൾ ഇതൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഏകദേശം മുഴുവനായും ഒരു വെളുത്തുള്ളി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നിറം ചെറുതായി മാറുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ച ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാപ്സിക്കവും നന്നായി ഫ്രൈ ആവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് വേവിച്ച ചിക്കനാണ്. നമ്മൾ വേവിക്കുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ആഡ് ചെയ്താണ് വേവിച്ചത്. ഇതിനെ നല്ലപോലെ ഒന്ന് ഷ്രെഡ് ചെയ്ത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് അടിച്ചു വെച്ച ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ മാഗിയുടെ പാക്കറ്റിലുണ്ടാകുന്ന മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിത് വേറെ മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇനി നമ്മൾ വൈറ്റ് സോസ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണാം. ആദ്യം നമ്മൾ അതേ പാനിൽ തന്നെ 1 ടീസ്പൂൺ നെയ്യ് ചേർത്തെടുക്കാം. പിന്നെ ഞാനിവിടെ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നെയ്യ് മാത്രം വേണമെങ്കിൽ നെയ്യ് മാത്രം ഇട്ടാൽ മതി, എണ്ണ മാത്രം ചേർക്കുന്നതാണെങ്കിൽ എണ്ണ മാത്രം മതി. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുഴുവനായും മൈദ ചേർക്കാം. അത് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യാൻ. അപ്പോൾ ഇത് കട്ട പിടിക്കാതിരിക്കാൻ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ വഴറ്റി കൊടുക്കാം.
അപ്പോൾ നിങ്ങളത് കുറച്ച് കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ഉപയോഗിച്ച് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി തിളക്കുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു പാക്കറ്റ് പാൽ ഒഴിക്കാം. ഏകദേശം 500 മില്ലി വരുന്ന ഒരു പാക്കറ്റ് പാൽ ആഡ് ചെയ്യാം. എന്നിട്ട് പാൽ നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ആ ചിക്കൻ മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് ഉപ്പിടേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ചിക്കന് ബോയിലാക്കുമ്പോൾ ഉപ്പിടുന്നുണ്ട്. പിന്നെ അതും കൂടാണ്ട് മാഗി മസാലയിലും ഉപ്പുണ്ട്, അതുകൊണ്ട് ഉപ്പിടേണ്ട ആവശ്യമില്ല. ഇപ്പോൾ പാല് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ മിക്സും മാഗിയും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഒന്നിച്ച് ആഡ് ചെയ്യേണ്ട, ആദ്യം നമ്മൾ ചിക്കൻ മിക്സ് ആഡ് ചെയ്ത് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് മാഗിയും ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ മാഗി നന്നായി വൈറ്റ് സോസിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വൈറ്റ് സോസ് മാഗി നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ വേറൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. കുട്ടികൾക്കൊക്കെ വളരെ നന്നായി ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് അറിയിക്കുക. പിന്നെ ഒറിഗാനോ ഉണ്ടെങ്കിൽ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ അടുത്ത് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ താഴെ കാണുന്ന ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ വീണ്ടും കാണാം പുതിയ റെസിപ്പിയുമായി. താങ്ക്